ബീഹാറിൽ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാർക്ക് അവാർഡ് നൽകുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു. ഈ അവാർഡ് നൽകുന്നത് മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നും അവാർഡ് വാങ്ങിയ ഒരു ഡോക്ടർ ബുർഖ ധരിച്ചിരുന്നത് കൊണ്ട് അദ്ദേഹം ആ ബുർഖ അല്പമൊന്ന് താഴേക്ക് വലിച്ചു. അതിൻ്റെ പിന്നിൽ യാതൊരു ദുരുദ്ദേശവുമില്ല എന്നുള്ളതൊരു വ്യക്തമാണ്. അദ്ദേഹം അങ്ങനെ ചെയ്തത് തൻ്റെ കയ്യിൽ നിന്ന് ഈ അവാർഡ് നൽകുന്ന ഈ പ്രഗത്ഭമതിയെ നാട്ടുകാരും അവിടെ സംഘടിച്ച ആൾക്കാരുമൊക്കെ ഒന്ന് കാണട്ടെ എന്നൊരു സദുദ്ദേശമല്ലാതെ അതിൻ്റെ പിന്നിൽ എന്തു ദുരുദ്ദേശമാണുള്ളത്? മതപരമായി ആ ഡോക്ടറെ അവഹേളിക്കാനോ അവരുടെ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്യാനോ വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയല്ല. അത് സ്വാഭാവികമായി സംഭവിച്ച ഒന്ന് മാത്രമാണ്. പിന്നെ ഒരു കാര്യം, അതുകൊണ്ട് നിതീഷ് കുമാർ ഏതാണ്ട് വലിയ അപാകത ചെയ്തു, കുറ്റം ചെയ്തു എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഈ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മകളുടെ പ്രായമാകാനുള്ള ഒരു പ്രായം മാത്രമേ അവർക്കുള്ളൂ. ഒരു കാര്യം ഈ സന്ദർഭത്തിൽ മുസ്ലിം സമൂഹം ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പ്രൊഫഷൻ കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ മതപരമായിട്ടുള്ള വസ്ത്രധാരണ രീതി തന്നെ വേണമെന്ന് ശഠിക്കുന്നത് തെറ്റാണ്. ഇപ്പോൾ ഒരു ലേഡി ഡോക്ടറുടെ മുമ്പിൽ പേഷ്യൻസ് എത്തുന്നത് അവരുടെ സങ്കടങ്ങൾ പറയാനും രോഗവിവരങ്ങൾ ധരിപ്പിക്കാനുമാണ്. അവിടെ ഡോക്ടറെ രോഗിക്ക് കാണാനൊക്കാത്ത നിലത്തിലൊരു വസ്ത്രധാരണവും ധരിച്ചുകൊണ്ടിരുന്നാൽ ഡോക്ടർക്ക് എന്ത് സാറ്റിസ്ഫാക്ഷൻ, ഈ പറയുന്ന രോഗിക്ക് എന്ത് സാറ്റിസ്ഫാക്ഷൻ? അത് ശരിയായൊരു പ്രവണതയല്ല. ഇപ്പം ധാരാളം മുസ്ലിം പെൺകുട്ടികൾ LLB ബിരുദം നേടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവർ കോടതിയിൽ മുഖം മറച്ചിട്ടോ ബുർഖ ധരിച്ചിട്ടോ അല്ല കോടതിയിൽ വരികയും കേസ് പറയുകയും വാദിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് മതത്തെ പിടിച്ച് ചേർത്ത് മതപരമായ ചടങ്ങുകളുടെ അല്ലെങ്കിൽ വസ്ത്രധാരണ രീതിക്കുള്ളിൽ നിന്നേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ളൊരു ശാഠ്യം ശരിയല്ല. മതം, വിശ്വാസം അതെല്ലാം നിലനിർക്കട്ടെ. പക്ഷേ നമ്മൾ ചെയ്യുന്ന തൊഴിലിനോടുള്ള കൂറ്, അതിനോടുള്ള ആത്മാർത്ഥത പ്രകടിപ്പിക്കുന്നതിൽ അതിനകത്ത് മതത്തെ വലിച്ച് എഴിക്കരുത് എന്നുള്ളതാണ് ഒരു വസ്തുത.